കുറിച്ച് ചില കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിലും മറ്റു ചില കാര്യങ്ങൾ നമ്മൾ മാതൃക ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ നിയമം, കർശനമായ നിയമങ്ങൾ. ഞങ്ങൾ പ്രോഗ്രാമിന് പോയിട്ട് ഞാനുണ്ട്, കൊച്ചുപ്രേമനുണ്ട്, യദുകൃഷ്ണനുണ്ട്, അങ്ങനെ 3-4 നടന്മാർ. പരിപാടിയെല്ലാം കഴിഞ്ഞ് അത് ഫാളൊക്കെ അടിച്ച് അവസാനത്തെ പരിപാടി പ്രൊഡ്യൂസറുടെ കാറിനകത്ത് പ്രൊഡ്യൂസറെ വീട്ടിലേക്ക് പോകാണ്. പ്രൊഡ്യൂസറെ കുട്ടിയെ കാറിനകത്തുണ്ട്. കുട്ടി അവിടെ കുട്ടികൾക്ക് തൊട്ടിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും തൊട്ടിലുണ്ടായിരിക്കും. തൊട്ടിലൊക്കെ ഇട്ടാണ് പോകുന്നത്. പക്ഷെ എല്ലാം ഓവർലോഡാണ്. അവസാനമല്ലേ എന്താ വെച്ചാൽ എല്ലാവരും ഒക്കെ സ്വല്പം സ്മോൾ അടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ ഡ്രൈവറും കഴിച്ചു. ഡ്രൈവർമാർ ഞങ്ങളുടെ സ്പോൺസർ കൂടാണ്. അങ്ങനെ ഏതോ ഒരു 1 മണി സമയത്തൊരു റോഡ് അങ്ങോട്ടൊരു 2 അടി അങ്ങോട്ട് പോയില്ല. ട്രാഫിക് മാർക്ക് കഴിഞ്ഞ് അപ്പോഴേ പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് വാൻ വന്ന് നമ്മളെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പിടിച്ചവിടെ നിർത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല സുന്ദരിയായ ഒരു പോലീസ് ഓഫീസർ, നല്ല 6 അടി പൊക്കമുള്ള ഒരു പോലീസ് ഓഫീസർ വന്ന് വിളിച്ചു. വളരെ മാന്യമായിട്ട് തട്ടിട്ട് പറഞ്ഞു, പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഥയോട് ഇംഗ്ലീഷ് ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്ത ഒഫൻസ് എന്താണെന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അയാൾ ആകെപ്പാട് തകർന്നു കേട്ടായിരുന്നു. കാര്യം അവിടെ ഒന്നാമത്തെ തെറ്റ് ആ കുട്ടിക്ക് തൊട്ടിലൊക്കെ ഇത് കൊടുത്തിട്ടില്ല. ആ കുട്ടിയെ എടുത്തോണ്ട് പോകും. കുട്ടിയെ എടുത്തോണ്ട് പോയാൽ പിന്നെ അതിനെ സർക്കാർ അങ്ങ് എടുക്കുക. പിന്നെ ഇയാൾ സോഷ്യൽ പണിഷ്മെന്റ് കൊടുക്കും, ഡ്രൈവർ ലൈസൻസ് പോകും, പിന്നെ പണിഷ്മെന്റ് എല്ലാം കൂടെ ഒരുപാട് ഡോളേഴ്സ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഫൈൻ അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, അവരുടെ പരിപാടി കഴിഞ്ഞ് വേണം. അപ്പോൾ ആർട്ടിസ്റ്റ് ചോദിക്കുന്നത് ഞാൻ പറയുന്ന സീറ്റിൽ നിന്ന് എടുത്തൊക്കെ ഇറങ്ങി. കൊല്ലം തുളസി എന്ന് പറഞ്ഞാൽ അവരറിയത്തില്ലല്ലോ. ഞാൻ പിന്നെ എന്ത് ചെയ്തു, മമ്മൂട്ടിയാണ്. ചിലപ്പോൾ അറിയപ്പെടുമല്ലോ ഉദ്ദേശം മമ്മൂട്ടി മോഹൻലാലിനൊക്കെ അറിയുമെന്നൊക്കെ. മാഡം ഐ എം മമ്മൂട്ടി. എന്നെ സ്ഥലപ്പിച്ചു. ഓ യു ആർ മമ്മൂട്ടി. യെസ് മാഡം. ഇംഗ്ലീഷ് ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നവരാണ്, ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്, പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളിങ്ങനെ കൂടിപ്പോയി ക്ഷമിക്കണം, കയ്യൊക്കെ തൊഴുതിയാണ്. Do you know what offense you are committed? I know, man. Please, എന്നോട് ക്ഷമിക്കുന്ന മലയാളത്തിൽ ഇംഗ്ലീഷ് കുഴപ്പമാണ് ഞങ്ങൾക്കറിയാം. വാട്ട് ആർ ദ അതർ ആർട്ടിസ്റ്റ്? അപ്പോൾ കൊച്ചുറേവൻ അവിടെ ഇരിക്കുക ഫ്രണ്ടിൽ, നല്ല ഒരുപാട് ഫീലായിരിക്കുക. ഞാൻ പറഞ്ഞത് മോഹൻലാൽ മരിച്ചുപോയി. അവിടെ അത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ സത്യമാണ്. ഓക്കെ അങ്ങോട്ട് പോയി ഡ്രൈവറെ വിളിക്കാൻ പറഞ്ഞു. ഡ്രൈവർ ചെന്ന് ഹോസ്പിറ്റലിൽ എഴുതിയതിനു ശേഷം പിന്നെ അവർ വന്ന് കാർ മിസ്റ്റർ മമ്മൂട്ടി എന്ന് പറഞ്ഞു. കുറച്ചങ്ങോട്ട് ചെന്നിട്ട് ഞാൻ നടന്നു. ഞാൻ അടിച്ചിട്ടുണ്ട്, അങ്ങനെ അടിച്ചിട്ടുള്ളത് ചെന്ന് പിന്നെ ഞാനത് തന്നെ ആവത്ത്, മാഡം പ്ലീസ് പാർട്ടി നിങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം, പറ്റിപ്പോയി. അപ്പോൾ അവർ ചോദിച്ചു എന്നെ അടിപൊളി നോക്കിയിട്ട് വാട്ട്സ് യുവർ നെയിം? ഐ എം മമ്മൂട്ടി മാഡം. ഇവരെന്നെ നോക്കിക്കൊണ്ട് പറയാം, മിസ്റ്റർ കൊല്ലം തുളസി, ഐ നോ യു വെരി വെൽ. I have been in Trivandrum 2 months back. My father constructed a building there in Kundavudi. ഇന്നലെ മലയാളത്തിൽ പറഞ്ഞു, അതിന് ടാക്സ് കൂട്ടിയിട്ടപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് സാറിന് കോർപ്പറേഷൻ കരഞ്ഞു. മുട്ടിയെന്ന് കള്ളം പറഞ്ഞാലല്ലേ. അപ്പൊ ഞാൻ എന്തായാലും കൈക്കൂലി മേടിക്കുന്നതല്ല, അത് കാരണം അങ്ങനെ മേടിച്ചതായിട്ട് മടി കൊന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളന്ന് വന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചു, താങ്കൾ ബ്രൈബിംഗ് എന്നുള്ള ആളല്ല, അതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് വന്നു. അപ്പോൾ ഹിയറിംഗ് സമയത്ത് ഞാൻ ചോദിച്ചു എത്ര കുറയ്ക്കണമെന്ന്. ഞാൻ ടു മച്ച് ടാക്സ് ടു മച്ച് എന്നാണ്. അപ്പോൾ എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ എത്ര കുറയ്ക്കണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവർ വിക്കി പറഞ്ഞ് ഒരു 20 to 30. ഓക്കെ ഗ്രാൻഡ് ഫോർ 30% കുറയും. ഞാനുള്ള അധികാരം ഉണ്ടാകും. 30% കുറച്ച് കൊടുത്തു. അവർ ഹാപ്പി. ആ നന്ദി അവരന്ന് അവിടെ നിന്നപ്പോൾ കാണിച്ചു. നമ്മളെല്ലാവരും നന്ദി വേണ്ടി കാണിക്കും. എനിക്കന്ന് ഭയങ്കര റെസ്പെക്ട് എന്നിട്ട് അവർ റിമൈൻ ചെയ്ത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു ഞങ്ങൾ ഇന്ന് $600 റിമൈൻ ചെയ്തു. അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകും, അവൻ്റെ പുറത്ത് നിന്ന് ഞങ്ങളെ പണിയാൻ ചിലപ്പോൾ അകത്തായിരിക്കും. അപ്പം അങ്ങനെയുള്ള മാന്യമായ
പെരുമാറ്റങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയിലൊക്കെ ഒരുപാട് അവിടുത്തെ വൃത്തിയെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്.